അല്ല എടോ നിന്റെ ചെറിയോളൂ നന്നായോ? പ്രശ്നമൊന്നുമില്ല, ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇതിനൊക്കെ കാറ്റടിച്ച് ഇതെന്താ ലൈനെല്ലാം എന്റെ അമ്മേ ഇങ്ങനെ അടിച്ച് ലൈൻ തീർന്നു നിലത്തല്ലേ. സുകുമാറിന്റെ അടുത്ത കൂടെ എല്ലാം കൊണ്ട് ഇത് മേലെ കാണുന്ന ലൈനെല്ലാം കൂടി താഴെ എത്തി. ഇത് എല്ലാം പണഞ്ഞു കിടക്കുന്നല്ലേ, എല്ലാം മൊത്തം തുറണ്ടേ കേട്ടോ. ആ എല്ലടാ ബിജു ഇനിയപ്പോ വന്നേ? ഞാൻ ഒരാഴ്ച എല്ലാരും ഈ കറക്കണില്ല, ടർഫാറ്റമായി കൊടുത്താ പോരെ ഈ മയത്ത്? ഇത് പാത്രം കവരാ, നിങ്ങൾ പോലെ തിരുമ്പ് പാത്രം കഴിയും. അല്ല ഒരാഴ്ച വന്നിട്ട് നമ്മള് കണ്ടിട്ടില്ലല്ലോ. അത് ചെറിയൊരു കോളിലാണ്. ആയിക്കോട്ടെ കളത്തിനടക്കം കരിഞ്ഞു പോകും. കാരണം ഇനി മുതലാളിക്ക് ഉണ്ടാക്കി നമ്മളെ ചങ്ങായില്ലേ ബിജു, ഒരു ഉണങ്ങിയ ചങ്ങായി ഇപ്പം ഗൾഫ് പോയാലേ നല്ല നിറയെല്ലാം വെച്ചിട്ട് എന്താ എനിക്കൊന്ന് പോണ്ടി. ഇനി ഗൾഫ് പോയാല് എന്നാ സ്ഥിതി എന്നറിയാം, ഇനി ലേശം വെളുക്കുമായിരിക്കും. പക്ഷെ ഇനി അറിവ് ഉണ്ടല്ലേ കരിഞ്ഞു ഉണങ്ങി അങ്ങ് അല്ല അമ്മാച്ചി വെള്ളമെല്ലാം കണ്ടിട്ടുണ്ട്. രണ്ട് എമ്പൊക്കെ അടി മഴയത്ത് പോയി വേല പാക്കടാ ചങ്ങായി എന്ന് ഈ കറണ്ടിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്നത്. കാർക്കട പണിയൊന്നും ഉണ്ടാവില്ല. ശരിയാണ്, ഇപ്പൊ ആർക്കും പണിയൊന്നും. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരെ കാര്യം. KSEBന്റെ എത്തി കേട്ടോ, ഒരു രാവിലെ തന്നെ എത്തിക്ക്. വേറെ ആരും ഇതൊക്കെ നടുവ മുറിഞ്ഞോട്ടോ. ഒരു മാസം കുറേക്കുള്ള വഴിയല്ലേ എല്ലാം മാസം. എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളും വിട്ട് വരും. നമ്മൾ മെമ്പറെ വിളിച്ച് പറയണോ? ആരും വിളിച്ചു പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞ റോഡിൽ മൊബൈലും വെള്ളം കാര്യ നല്ല വെള്ളാണല്ലോ കുഞ്ഞോനെ. എന്റെ അമ്മ എന്തോ കാണിച്ചു. പിന്നെ ദിനേശ ഈ ചങ്ങയ്യാന്നല്ലോ എന്റെ ഫ്യൂസ് ഊരാൻ വന്നു കഴിഞ്ഞ ദിവസം. 2 ദിവസം ഫ്യൂസ് ഊരിയിട്ട് നമുക്ക് കറണ്ടില്ല. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അടച്ച് ഇന്നാണ് കാറ്റും അടിച്ച്. കറണ്ട് അന്ന് പൈസ അടക്കണ്ടേ? പൈസ അടച്ചെങ്കിലേ പീസ് പോലും ഒരു പോവില്ലേ? ചിന്റെ പീസ് കൊണ്ട് പ്രകൃതി കൊടുത്ത പണിയാന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടി പൊട്ടി വീണിട്ടുണ്ട്. പക്ഷെ ഇവരുണ്ടല്ലോ രാവിലെ ഞാൻ പാലിന് ചെക്കനങ്ങ് ബാലവാടിയിലാക്കി പാലും വാങ്ങാൻ പോയാലോ അന്നേരം പൊലച്ച വന്നത് ഇവര് പൊലച്ച വന്നിട്ട് ഇതിന്റെ പണി എന്റെ അതിന്റെ ഒരു അധ്വാനം. സർക്കാർ ജീവനക്കാരിലെ കഷ്ടപ്പാടൊന്നുമില്ല ഇവര് തന്നെ കേട്ടോ. അല്ലേ? 100%. അത് ശരിയാ. എല്ലടോ ഇവരെന്തെങ്കിലും വെള്ളോ കാര്യമായിട്ടൊന്നും കുടിച്ചൊക്കെ ഉണ്ടാവും രാവിലെ വന്നിട്ട്? പിന്നെ അല്ല അത് നമ്മളെ അനുസരിച്ച് നമ്മള് കൊടുക്കണ്ടല്ലേ? അല്ലേ ഇത് അങ്ങോട്ട് നമ്മളെ നോയിക്കോളെ. കറണ്ട് ഞാൻ പണ്ട് അഭ്യാസം പഠിച്ചോണ്ട് കഴിഞ്ഞങ്ങ് വലിയ വണ്ണുള്ള കമ്പിയാ. ഇത് മറ്റേ ലൈനാ. അത് എല്ലാം കൂടി പിള്ളേർ സ്കൂളും വിട്ട് വരാനാ ഓണായിപ്പോയി കുഞ്ഞുമോനെ. അതാ സാറോ നിങ്ങൾക്ക് ചായ എണ്ണം വെള്ളം എണ്ണം കിട്ടിയില്ല? ഇപ്പം വരൂല. അങ്ങനെ കഷ്ടപ്പാട് തന്നെ.